പോലെ പിതൃതുല്യനായിട്ടുള്ള കോൺഗ്രസിലെ ഒരു തലമുറയ്ക്ക് പ്രായം കൊണ്ട് പിതൃതുല്യനായിട്ടുള്ള ഒരാളെ ഒരുപക്ഷെ ഈ പ്രദേശത്തെ ആദ്യ പരാതിക്കാരിയായി തുറന്ന് ഈ വിഷയങ്ങൾ സംസാരിക്കാൻ തയ്യാറായ പെൺകുട്ടി പിതൃതുല്യ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് തന്നെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ മൈക്ക് വെച്ച് അദ്ദേഹത്തിനോട് ചില ഉത്തരങ്ങൾ തേടിയപ്പോ അദ്ദേഹം പറഞ്ഞ ചില മറുപടികളുണ്ട്. തൂക്കിക്കൊല്ലാൻ പറ്റുന്ന കുറ്റമാണോ ഞാൻ ആ പറയുന്ന ആള് ചെയ്തത് എന്ന് ചില സന്ദേശങ്ങൾ അയച്ചു. അത് ശരിയായ രീതിയിലല്ല എന്നുള്ളത് താക്കീത് ചെയ്തു. ആ ശീലത്തിൽ നിന്ന് പിൻവാങ്ങണമെന്ന് പറഞ്ഞു. ഇതിനപ്പുറം ഞാൻ എന്ത് ചെയ്യാനാണ് എന്നുള്ളതാണ് ചോദിച്ചത്. അതും ഒരു അച്ഛന്റെ വാത്സല്യത്തിന്റെ രീതിയിൽ ആ പെൺകുട്ടിയെ അതിൽ ആശ്വസിപ്പിച്ചുകൊണ്ട് ഈ നേതാവിനെ തിരുത്താൻ ഞാൻ ശ്രമിച്ചു. ഇതിനപ്പുറം ഞാൻ എന്താണ് ചെയ്യുക എന്നുള്ളതാണ് ചോദിച്ചത്. ഈ പിതാവിനെ ഇത്തരത്തിലാണ് അദ്ദേഹം സ്വന്തം കുടുംബത്തിലും അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളുടെ ഇടയിലും അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട പിതൃസ്ഥാനത്ത് നിന്നുകൊണ്ടുള്ള കടമകൾ നിർവഹിക്കുന്നത് എങ്കിൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന പണി അത് ഒരു അച്ഛന് യോജിച്ചതല്ല. പകരം പെൺകുട്ടികളെ, ചെറുപ്പക്കാരികളെ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള അനാശാസ്ത്രത്തിന് പ്രേരിപ്പിക്കുന്ന വിധത്തിലേക്ക് ഒരു യുവജന MLA മുന്നിലേക്ക് കാഴ്ചവെക്കുന്നതിന് തുല്യമായ പ്രവൃത്തിയാണ് അറിഞ്ഞുകൊണ്ട് തന്നെ നടത്തിയത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ പിതാവ് പിതൃതുല്യമായ പ്രവൃത്തിയല്ല ചെയ്തത്. പകരം തന്റെ അധികാരത്തിന് വേണ്ടി തന്നെ ആശ്രയിച്ച, തന്നെ വിശ്വസിച്ച, തന്നെ ഒരു അച്ഛനെ പോലെ കണ്ടിരുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന ആശയത്തെ പിന്തുടരുന്ന ഒരു പെൺകുട്ടി വന്ന് ആവർത്തിച്ച് പരാതി പറഞ്ഞിട്ടും അതിനെ വളരെ ലഘുവായി എടുത്തുകൊണ്ട് ഇതാണ് മരുന്ന് എന്ന് തീരുമാനിച്ച് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിലേക്ക്, ആ യുവജന നേതാവിനെ അംഗീകരിക്കുന്ന വിധത്തിലേക്ക് ആ പെൺകുട്ടിയുടെ മാനാഭിമാനത്തെ, ആത്മാഭിമാനത്തെ കണ്ടു എന്ന് നടിക്കാതെ തന്നെ അത് ഒരുപക്ഷെ ആ പെൺകുട്ടിയുടെ കഥ മാത്രമല്ല എന്നും എത്രയോ പെൺകുട്ടികളുടെ കഥയാണ് എന്നുമൊക്കെ മനസ്സിലാക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കേരള രാഷ്ട്രീയം പോയിക്കൊണ്ടിരിക്കുന്നത്.